നമുക്ക് ജസ്റ്റ് ഈ മോൾഡോവയിലെ ഒരു ബേസിക് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡോക്ടേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധാരണ രീതിയിൽ ഒരു 1 hour നമ്മളൊരു സെഷൻ എടുത്തിട്ട് പിന്നെ ഒരു Q&A സെഷനിലേക്ക് പോകുന്നതായിരുന്നു നമ്മുടെ ശൈലി. പക്ഷെ ഇപ്പോൾ നമുക്ക് ഡോക്ടേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അവര് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ആണ് കൂടുതൽ ഒരു പ്രയോറിറ്റി എന്നുള്ളത് കൊണ്ട് ഞാൻ അവരായിട്ട് സംസാരിക്കാനും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് കൂടുതൽ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതൊരു 6 year കോഴ്സാണ്. ഇപ്പോൾ നമ്മൾ ഒരു രാജ്യം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എത്ര വർഷത്തെ കോഴ്സാണെന്ന് നോക്കാറുണ്ട്. ഇപ്പോൾ ഒരു 6 year ഉള്ള ഒരു രാജ്യമാണ്. MD എന്നാണ് ഇവർ അവാർഡ് ചെയ്യുന്ന ഡിഗ്രിയുടെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ചൈന MBBS, റഷ്യ MBBS എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ ഈ ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഏക യൂണിവേഴ്സിറ്റിയാണ് ഈ നിക്കോള ടെസ്റ്റിമിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇവിടുത്തെ ഏതൊരു കൺസൾട്ടൻസിയോ ഏതൊരു വ്യക്തിയുടെ കെയർ ഓഫിൽ പോവുകയാണെങ്കിലും ഈ സെയിം യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ പോകുന്നത്. കേരളവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ്. അത് ഏതർത്ഥത്തിലാന്ന് ചോദിച്ചാൽ നിലവിൽ നിയർലി 400-500ഓളം സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റുമായിട്ടൊക്കെ ചില റിലേഷൻസ് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഡോക്ടർ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. അത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ തന്നെ പറയാം. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടെ അറ്റൻഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നസ്രുഭായ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. വീഡിയോ ഓൺ അല്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ. നിങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാമോ? ആളപ്പോഴേക്കും എന്റെ ഞാൻ സ്ഥലം ട്രിവാൻഡ്രം. ഞാൻ 2014 ബാച്ചാണ് മോൾഡോവയിൽ. 2014 പോയതാണ്. മോൾഡോവയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റേറ്റ് മെഡിസിൻ നിക്കോള ടെസ്റ്റിമിറ്റ്സാനും. യൂണിവേഴ്സിറ്റി മോൾഡോവയുടെ തന്നെ ക്യാപിറ്റലായ കിഷ്നൌവിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ അതായത് സിറ്റിയിൽ തന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു 10 minutes ദൂരത്തിൽ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ആ മോൾഡോവയിൽ ആകെ ഒരൊറ്റ മെഡിക്കൽ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. അതാണ് യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റേറ്റ് മെഡിസിൻ നിക്കോള ടെസ്റ്റിമിറ്റ്സാനും. ഓൾ ഹോസ്പിറ്റൽ, എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലും നമ്മുടെ ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. ഏകദേശം ഒരു 5,000 to 10,000 ബെഡഡ് ഹോസ്പിറ്റലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. മെയിനായിട്ട് 3 ഫാക്കൽറ്റി ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, പിന്നെ ലോക്കൽ സ്റ്റുഡൻസിന് റൊമേനിയൻ മീഡിയം ഉണ്ട്, പിന്നെ റഷ്യൻ മീഡിയം ഉണ്ട്. ഫോറിൻ സ്റ്റുഡൻസ് പഠിക്കുന്ന മെഡിസിൻ നമ്പർ 2 എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം, അതായത് ഇംഗ്ലീഷ് ഫാക്കൽറ്റിയിലാണ്. ഏകദേശം എത്ര കുട്ടികൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട്? കറന്റ്ലി ടോട്ടൽ 700 ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. അതിലൊരു 400+ മലയാളി സ്റ്റുഡൻസ് ആണ്. മലയാളീസ് എന്തുകൊണ്ട് എത്ര അധികം മലയാളീസ് ഇങ്ങനെ ഈ മോൾഡോവ എന്ന സ്ഥലത്തേക്ക് പോകുന്നത്? മെയിൻ ആയിട്ടുള്ള റീസൺ ഞാൻ പറഞ്ഞ ആദ്യത്തെ തന്നെയാണ്. ഒരൊറ്റ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. നോർമലി ഇപ്പൊ ഉക്രൈനിലെല്ലാം ഒരു യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 400 അല്ലെങ്കിൽ 500, 1000-നകത്ത് ബെഡഡ് ഹോസ്പിറ്റൽ ആയിരിക്കും. അപ്പൊ പ്രാക്ടിക്കൽ ബേസ് അവർക്ക് വളരെ, അതായത് പേഷ്യൻസിന്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത് അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ലാംഗ്വേജ് ബേസ് നോക്കുമ്പോഴും മോൾഡോവയിൽ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് റൊമേനിയൻ ആണ്. റൊമേനിയൻ ലാംഗ്വേജിലെ ആൽഫബറ്റ് ഇംഗ്ലീഷിലെ സെയിം ആൽഫബറ്റ് ആണ്. അപ്പൊ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ഏതൊരു രാജ്യത്ത് മെഡിസിൻ പഠിക്കാൻ പോയാലും ആ രാജ്യത്ത് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ റൊമേനിയൻ ലാംഗ്വേജ് ഇൻ എ ഇയർ ഓർ 2 year കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, ഞാൻ മനസ്സിലാക്കിയപ്പോഴേ ഇപ്പൊ ഒരു റാങ്കിങ് വൈസ് ഒന്നും ചിലപ്പോ ഈ മോൾഡോവ ഒരു ഡിസൈഡ് ചെയ്യാൻ ഒരു 5,000 ആണ് റാങ്കിങ്ങിൽ വരുന്നത്. അട്രാക്ഷൻ ഇല്ല. പക്ഷെ ഇപ്പൊ FMGയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഡോക്ടർ രജിസാറിനെ പോലുള്ള ആളുകളൊക്കെ പാസ്സായി വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ഈ വരാൻ പോകുന്ന FMG എഴുതാൻ, അപ്പൊ ഇപ്പൊ ഈ വർഷങ്ങളിലൊക്കെ ധാരാളം കുട്ടികൾ പഠിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ എന്താണ് അവിടുത്തെ ഒരു റിസൾട്ട് FMGയുടെ കാര്യത്തില്? അതെനിക്ക് ഇപ്പൊ കറന്റ്ലി അപ്പിയർ ചെയ്ത സ്റ്റുഡൻസിൽ മോർ ദാൻ 50% പാസിംഗ് റേറ്റ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അതായത് ഇപ്പൊ ഈ ലാസ്റ്റ് 2014 ബാച്ച് തൊട്ടാണ് ഒരു കൂടുതൽ നമ്പർ സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്ന് പോയി തുടങ്ങിയത്. അതിന് മുന്നേ ഡോക്ടർ റെനീഷിന്റെ ഒക്കെ ബാച്ചിൽ ഒരു ലെസ് ദാൻ 10 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 4 or 5 സ്റ്റുഡൻസ് ആണ് ഓരോ ബാച്ച് പാസ് ഔട്ട് ആയിക്കൊണ്ടിരുന്നത്. 2014 തൊട്ട് ഏകദേശം 20 സ്റ്റുഡൻസ്. ഇപ്പൊ കറന്റ്ലി ഒരു വർഷം 200 സ്റ്റുഡൻസ് ഈച്ച് ഇയർ എൻട്രി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയാൻ പറ്റുക? ഡിസിപ്ലിൻ എന്താ, യൂണിവേഴ്സിറ്റി അക്കാഡമിക്സിന്റെ കാര്യത്തിൽ നല്ല സ്ട്രിക്റ്റ് ആണ്. ഈച്ച് ആൻഡ് എവരി ആബ്സെൻസ് കമ്പൽസറി ആണ്. അപ്പൊ ഇവൻ നമ്മളൊരു സിംഗിൾ ആബ്സെൻസ് ഇത് വിത്തൗട്ട് റീസൺ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ അതിന് ഓരോ ആബ്സെൻസിനും €5, നാട്ടിൽ ഏകദേശം €400 വെച്ച് പേ ആക്കണം. അപ്പൊ 100% ആബ്സെൻസ് വേണം. പിന്നെ 100% എല്ലാ സബ്ജക്ട്, ഈവൻ യൂണിറ്റ് ടെസ്റ്റ് വരെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. റെനീഷ് സാർ വന്നിട്ടുണ്ട്, ഒന്ന് ആഡ് ചെയ്യാമോ? എന്താണ് ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളത്? പറഞ്ഞു തുടങ്ങുമ്പോഴേക്കായിരുന്നു ജസ്റ്റ്
കണക്ഷൻ കട്ടായി പോയത്. ഇതിലിപ്പം റസാഖ് സാർ ഒരു കാര്യം പറഞ്ഞല്ലോ, ജസ്റ്റ് ഈ റാങ്കിങ്ങിനെ പറ്റിയിട്ട്. റാങ്കിങ് എന്ന് പറഞ്ഞത് ഒരു യൂണിവേഴ്സിറ്റിന്റെ റാങ്കിങ് അവർ മെൻഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിൽ മറ്റുള്ള ഫാക്കൽറ്റീസും കൂടെ കൂടുമ്പോഴാണ് അതിന്റെ യൂണിവേഴ്സിറ്റിന്റെ റാങ്കിങ് സ്വാഭാവികമായിട്ട് കൂടി വരിക. അപ്പൊ നമ്മളുടെ യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ ഇപ്പൊ അവിടെ മെഡിസിൻ മാത്രമേ ഒരു ഫാക്കൽറ്റി ആയിട്ടുള്ളൂ. സോ ഇൻ മെഡിസിൻ ഇറ്റ്സ് വെരി ഗുഡ്. മറ്റുള്ള ഫാക്കൽറ്റീസ് ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടില്ല, ജസ്റ്റ് മെഡിസിൻ മാത്രമേ ഉള്ളൂ, ഫാർമസി. അപ്പോ അതുകൊണ്ടാണ് അതിന്റെ റാങ്കിങ് നമ്മൾ നോക്കുമ്പോൾ ഒരു 4000 5000 ലെവലിൽ കാണാൻ സാധിക്കും. ബട്ട് നമ്മൾ ആസ് എ ഡോക്ടർ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക്സും പ്രാക്ടിക്കൽ നോളജ്. ഒരു സിംഗിൾ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടും ആ കൺട്രിയിലുള്ള പോപ്പുലേഷൻസിനെ ഫുൾ നമ്മളുടെ ഹോസ്പിറ്റലുമായി ലിങ്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതൊരു ബിഗ് പ്ലസ് ആണ്. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇത്ര കുട്ടികൾ വരുന്നതിന്റെ മെയിൻ കാരണം അതാണ്. ഇത്രയധികം കുട്ടികൾ MCI പാസ് ആവാനുള്ള കാരണം അതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് നമ്മളിപ്പോ ഒരു പ്രാക്ടിക്കൽ ഫീൽഡിലോട്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ പ്രാക്ടിക്കൽ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അവിടുന്ന് പഠിച്ചു വന്ന ഒരു ഗുണം മനസ്സിലാവും. സോ അതാണ് ഒരു ബിഗ് പ്ലസ്. ഞാൻ നേരത്തെ നസ്രുല്ലായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോ ഇങ്ങനെ എത്രയധികം കുട്ടികൾ പോകുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ഇത് പല സ്റ്റുഡൻസും റെഫർ ചെയ്യുന്നുണ്ട്, ഇത്രയധികം കുട്ടികൾ പോകുന്നതിന് അതൊരു കാരണമാണ്. പക്ഷെ നിങ്ങൾ പോവാന്ന് പറയുന്നത് അന്ന് നിങ്ങൾക്ക് മുൻ മാതൃകകളില്ല, അവിടെ പോയ കുട്ടികളില്ല, ഒരു കേട്ടുപരിചയമുള്ള സ്ഥലമില്ല. എന്നിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു രാജ്യം തെരഞ്ഞെടുത്തെന്ന് അറിയാന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തായിരുന്നു അതിന് കാരണം? മെയിൻ റീസൺ എന്ന് പറഞ്ഞാല് എന്റെ ഫാദറിന്റെ ഫ്രണ്ടിന്റെ മകള് പഠിച്ചിട്ടുണ്ട്. സോ അവരുടെ ബാച്ചിന്റെ ടൈമിൽ ഷീ വാസ് ദ ഓൺലി ഗേൾ ഫ്രം കേരള. അദ്ദേഹം ഇപ്പോ ദുബായിൽ വർക്ക് ചെയ്യാണ്. ക്ലിയർഡ് FMG, എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ് ആൻഡ് ഇപ്പം ദുബായിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ അവരുടെ ഒരൊറ്റ ഡിറക്ഷന്റെ പുറത്താണ് അങ്ങോട്ടേക്ക് ചൂസ് ചെയ്യുന്നത്. അവർ പ്ലസ് പോയിന്റ് ആയി പറഞ്ഞിരുന്നത് ജസ്റ്റ് സിംഗിൾ യൂണിവേഴ്സിറ്റി ആണ്, പിന്നെ ലാംഗ്വേജ് വലിയ ഡിഫിക്കൽട്ട് ഇല്ല. ബിക്കോസ് നമ്മളുടെ ഒരു സ്റ്റുഡന്റ് അബ്രോഡ് പോകുമ്പോൾ ഏറ്റവും വലിയ ബിഗ് കൺസേൺ ആണ് ലാംഗ്വേജ്. ലാംഗ്വേജ് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് പേഷ്യന്റിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പിന്നെ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. നമ്മൾ പേഷ്യന്റ്, ബിക്കോസ് തിയറിറ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ നോളജും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് നമ്മൾ പേഷ്യന്റിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവരുടെ വായിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഡോക്ടർ എന്ന് പറയാൻ പറ്റുക. തീർച്ചയായിട്ടും. മറ്റേത് നമ്മൾ തിയറിറ്റിക്കലി വെരി വെരി സ്ട്രോങ് ആയിരിക്കും, പക്ഷെ പ്രാക്ടിക്കൽ പാർട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ അവിടെ മോൾഡോവ ചൂസ് ചെയ്യാൻ കാരണം. ബട്ട് ഐ എം ഹാപ്പി ടുഡേ, എക്സാം പാസ്സായി, ഇപ്പൊ ഇവിടെ നാട്ടിൽ കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതായിരുന്നു മെയിൻ റീസൺ. ജസ്റ്റ് ഇപ്പൊ അടുത്ത് വന്ന ബാച്ചുകളിൽ ആദ്യമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി എന്നുള്ള ഒരു അഭിമാനം ഡോക്ടറിന് ഉണ്ട് എന്നുള്ളത് ഞാൻ പങ്കുവെക്കാണ്. മാത്രമല്ല ഇപ്പൊ ഒന്നാമത്തെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികൾ ഇപ്പൊ അവിടുന്ന് പഠിച്ച് ഇറങ്ങിയെന്നേ ഉള്ളൂ. നമ്മളൊക്കെ പോയിരുന്ന സമയത്ത് എണ്ണപ്പെട്ട ഒരു 3-4 ഇന്ത്യൻസ് ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ഒരു 2013 to 14 ശേഷമാണ് ഒരു ഹ്യൂജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവിടുന്ന് പഠിച്ചിറങ്ങാനുള്ള ഒരു ഇതുള്ളത്. സോ ഐ തിങ്ക് കമ്മിങ് ഇയേഴ്സ് നമുക്ക് അതൊരു നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ റിയൽ ലെവൽ എന്താണെന്നുള്ളത് FMG എക്സാമിലൂടെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ their way of teaching എങ്ങനെയാ വരാൻ പോകുന്ന എക്സാമുകളിൽ നമുക്കത് പ്രതികരിക്കും, ഇതിന്റെ ക്വാളിറ്റി FMG എങ്ങനെയുണ്ടെന്നൊക്കെ. എക്സാക്ട്ലി. പിന്നെ സ്റ്റുഡൻസ് എല്ലാവരും ഹാർഡ് വർക്കിംഗ് ആട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ ഫൈനൽ ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എന്റെ അറിവ് വെച്ചിട്ട്, ബിക്കോസ് ഞാൻ എല്ലാവരും കീപ് ടച്ച് ചെയ്യാറുണ്ട്, നമ്മുടെ ജൂനിയർ കുട്ടികളാണല്ലോ. അപ്പം അവരുടെ എല്ലാവരും FMGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുവിധം ഒക്കെ ഒരു 50% മോക്ക് ടെസ്റ്റിലൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു ഗുഡ് സൈൻ ആണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല രാജ്യങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പൊ ഒരുപാട് രാജ്യങ്ങളിൽ തിരിച്ചു പോകാൻ പറ്റാത്തൊരു പ്രയാസം അനുഭവിക്കുന്നു. ഇപ്പൊ ഇന്നൊക്കെ ഏഷ്യനെറ്റിലും മാതൃഭൂമിയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ തിരിച്ചു പോകുന്നതിന്റെ കാര്യങ്ങളുടെ പുറകിലാണ്, എംബസിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മോൾഡോവയുടെ കാര്യത്തിൽ എന്താ വെച്ചാല്
ഈ നിലവിൽ പഠിക്കുന്ന കുട്ടികൾ മോൾഡോവയിലുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിന്റെ കുട്ടികളിൽ 2 ബാച്ചുകൾ, അതായത് 2 സെമസ്റ്ററിന്റെ കുട്ടികൾ, 2 ഇൻടേക്കിന്റെ കുട്ടികളും മോൾഡോവയിൽ എത്തിക്കഴിഞ്ഞുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ ഈ കോവിഡ് ഒന്നും നിലവിൽ അതൊരു എഫക്റ്റ് ആവാത്തത്? എന്തുകൊണ്ടാണ് ആ കുട്ടികൾക്ക് യാത്രക്കുള്ള സൗകര്യം വന്നത്? എന്തുകൊണ്ടാണ് അത്? ഫസ്റ്റ് ഓഫ് ഓൾ യൂണിവേഴ്സിറ്റി ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അവിടെ കൺട്രി വൈസിൽ ഇപ്പൊ അവർ കോവിഡ് പ്രോട്ടോകോൾസും കാര്യങ്ങളെല്ലാം നല്ല. ഇപ്പൊ ഞാൻ റീസെന്റിലായിട്ട് ഡേ ബിഫോർ യെസ്റ്റർഡേ തോന്നുന്നു അവർക്ക് പബ്ലിക്കിൽ മാസ്ക് വേണ്ട എന്നുള്ള ഓർഡർ വന്നിട്ടുണ്ട്. സോ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ എത്രത്തോളം കോവിഡിനായിട്ട് ഫൈറ്റ് ചെയ്തു. അത് ഓൾറെഡി വൺ ചെയ്ത സിറ്റുവേഷനിലാണുള്ളത്. സോ ഇപ്പോഴത്തെ കോവിഡിനെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വെറി ഒന്നുമില്ല. നമുക്ക് കുട്ടികൾ പോകുന്നതും ഇപ്പൊ മുന്നേ പോയ കുട്ടികൾ വരെ പോയത് അവര് ഇവിടുന്ന് ദുബായിലോട്ട് പോയി, ദുബായിന്ന് പിന്നെ മോൾഡോയിലോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷനിലായിരുന്നു. വേറൊരു കുട്ടികൾ ഉക്രൈൻ പോയി, ഉക്രൈനിൽ മോൾഡോ സംഹൗ ദേ റീച്ച്ഡ്. സോ യാത്രയിലോ കാര്യങ്ങളിലോ ഒന്നും ബുദ്ധിമുട്ടില്ല. അവിടെ എത്തിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ല. ബിക്കോസ് അവിടെ ഉള്ളവർ നമ്മളിപ്പോഴും ഇവിടെ മാസ്ക് ഇട്ടിട്ട് പോകുന്നുണ്ട്. അവരവിടെ മാസ്ക് ഓൾറെഡി റിമൂവ് ചെയ്തു. സോ നമ്മളുടെ കൺട്രീന്റെ അവരുടെ ഒരു എന്താ പറയാ കമ്പാരിസൺ അതിന്മേൽ തന്നെ നോക്കിയാൽ മതി. എന്താണ്, എങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം, എഡ്യൂക്കേഷൻ, ക്ലാസ്സുകള്, സെമസ്റ്റർ വൈസ്, ഇതൊക്കെ എങ്ങനെയാണ്? എന്താണ് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇവര് എല്ലാ ഈ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസും ഫോളോ ചെയ്യുന്നത് ജർമ്മൻ കരിക്കുലമാണ്. ജർമ്മൻ വേ ഓഫ് ടീച്ചിങ് ആണ് ഇവരെല്ലാവരും ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലെല്ലാം പൊതുവെ യൂസ് ചെയ്യുന്നത്. 6 years ആണ് കോഴ്സ് വരിക, 12 സെമസ്റ്റർ ആണ് വരിക. ആദ്യത്തെ 2 വർഷം ആഴ്ചയിൽ 2 പീരീഡ് വെച്ചിട്ട് അവിടുത്തെ ലാംഗ്വേജ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബാക്കി എല്ലാ സബ്ജക്ട്സും ഇംഗ്ലീഷിൽ തന്നെയാണുള്ളത്. ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് പൊതുവെ എല്ലാ പേരൻസും വെറി ചെയ്യുന്ന ഒരു സംഗതിയാണ് കഥാവർ, ഡെഡ് ബോഡി. ഡെഡ് ബോഡി കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈന്റ്സ് വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോകുന്ന ഒരുവിധം വ്യാപകമായിട്ട്. അപ്പൊ ഇതിനെക്കാട്ടിലും റസാഖ് ഭായിക്ക് അത് അറിയാം, ബിക്കോസ് ഒരുപാട് കൺട്രീസിലോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് മോൾഡോവയിൽ ഉള്ള അവസ്ഥകളെ അറിയുള്ളൂ. അപ്പോ ഇതില് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാവേഴ്സ് കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ ഫസ്റ്റിലെ ദിവസം തന്നെ അവർക്ക് തൊടാൻ പറ്റും എന്നുള്ളതാണ് ഒരു ആ ഹ്യൂമൻ ബോഡീനെ ടച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പഠനത്തിൽ അവർക്ക് 100% അവർക്ക് അതിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടും. അതെ അതെ അതെ. പിന്നെ നമ്മളുടെ ആസ് യൂഷ്വൽ ഫസ്റ്റിലെ 2 years അധികം തിയററ്റിക്കൽ സബ്ജക്ട്സ് ആയിരിക്കും. 3rd year മുതൽ നമ്മൾ ക്ലിനിക്കൽ സബ്ജക്ട്സ് പ്ലസ് നമ്മളുടെ മെഡിസിനൽ സബ്ജക്ട്സിന്റെ ഇതിലോട്ടും വരും. ഫസ്റ്റിലെ 2 years നമ്മൾ മെഡിസിന്റെ മെയിൻ അനാറ്റമി, ഫിസിയോളജി, ഹിസ്റ്റോളജി, എംബ്രിയോളജി ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ആണ് ഫസ്റ്റ് 2 years പഠിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസ് ഉണ്ടാക്കണേ എന്താണ് മെഡിസിൻ എന്നുള്ള. 3rd year മുതൽ നമ്മൾ ഈ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ കൂടെ പഠിക്കണം. പിന്നെ അതിന്റെ അസുഖങ്ങൾ, ശരീരത്തിന്റെ ഓരോ ഘടനയും പഠിച്ചതിന് ശേഷം അതിന്റെ അസുഖങ്ങൾ പഠിക്കുന്നു, അതിന് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്ന് പഠിക്കുന്നു. ഇതാണ് 3rd year. 4th year, 5th year, 6th year എന്ന് പറഞ്ഞാൽ സിസ്റ്റംസ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാർഡിയോളജിയിലാണെങ്കിൽ നമ്മൾ കാർഡിയോളജി തന്നെയാണ് ഒരു 1 month. ആ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ എക്സാംസും കാര്യങ്ങളും അവിടത്തോട് കൂടി നമ്മൾ ആ കാർഡിയോളജി എക്സാം ഫിനിഷ് ചെയ്യാണ് നേരെ അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാണ്, ന്യൂറോളജി. അതുപോലെ സൈക്കാട്രി, ഫോറൻസിക് മെഡിസിൻ, എന്തെല്ലാം നമ്മളുടെ ഒരു മെഡിസിന് വേണ്ട ഗൈനക്കോളജി, ഒബ്സ്ടെട്രിക്സ്, പീഡിയാട്രിക്സ്, ഇതെല്ലാം ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ്. 3rd years വരെ നമ്മൾ പഠിക്കുന്നത് എല്ലാ സബ്ജക്ട്സും ഡെയിലി ഉണ്ടായിരിക്കും ഒരുവിധം. 4th year മുതൽ സിസ്റ്റം വൈസ് സ്റ്റഡീസ് ആണ് വരിക. ഇതിൽ പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, കുട്ടികൾ പോയി കഴിഞ്ഞാല് അവര് വെക്കേഷനിൽ നാട്ടിലോട്ട് വരുമല്ലോ. ആ ടൈമില് നമ്മൾ 2nd year മുതൽ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുടെ കീഴിൽ നമുക്ക് കുട്ടികൾക്ക് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഒരു പേപ്പർ തരും. ബട്ട് ഇത് പ്രോബ്ലം, സ്റ്റുഡൻസ് അധികം ഇത് യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് കുട്ടികൾ ഇത് യൂസ് ചെയ്തേ മതിയാവൂ. എങ്കിൽ അവർക്ക് നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ, കോഴ്സ് കഴിഞ്ഞ് നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ FMG കഴിഞ്ഞാൽ വെരി വെരി സിമ്പിൾ ആയിരിക്കും പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യാന്നുള്ളത്.
ഇത് പ്രോപ്പർ ആയിട്ട് ആരും ചെയ്യാറില്ല. ഞാൻ എല്ലാ സ്റ്റുഡൻസിനും ഇപ്പൊ ഇതിൽ നമ്മൾ കേൾക്കുന്ന കുട്ടികൾ ആരെല്ലാം പോകുന്നറിയില്ല, ബട്ട് പോകുന്നവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. സെക്കൻഡ് ഇയർ മുതൽ അവർ നാട്ടിലുള്ള ഡോക്ടറിന്റെ കീഴിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 month, ബാക്കി 1 month അവര് പേരൻസിന്റെ അടുത്ത് വരുന്ന സമയത്ത് അവർ ഈ ഒബ്സർവേഷൻഷിപ്പ് നിർബന്ധമായിട്ട് ചെയ്യണം. എക്സാക്ട്ലി. അത് നിർബന്ധം എന്നുള്ളത് നമ്മൾക്ക് അവർക്ക് യൂണിവേഴ്സിറ്റിക്ക് നിർബന്ധമല്ല, പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത് നിർബന്ധമാക്കിയിട്ട് കുട്ടികൾ ഇവിടുന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ട് കുറച്ചും കൂടി എക്സ്പീരിയൻസ് കിട്ടും. നമ്മുടെ നാട്ടിലത്തെ പേഷ്യൻസിനായിട്ടുള്ള ഇന്ററാക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കിട്ടും. ഇവിടുത്തെ മെഡിസിൻ ജസ്റ്റ് ഒന്നും ഒരു ബന്ധപ്പെട്ടൊരു അറിവ് കിട്ടും. ഇങ്ങനെയുള്ള ഈ അർത്ഥത്തിൽ ഇത് വളരെ നിർബന്ധമാണെന്നാണ് പറയുന്നത് അല്ലേ? എക്സാക്ട്ലി. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ക്വസ്റ്റ്യൻസ് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും. എല്ലാവരും നിങ്ങൾക്കുള്ള ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ചാറ്റിനകത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് കൈ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സൗകര്യം. ക്വസ്റ്റ്യൻസ് സ്കോളർഷിപ്പ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അശ്വതിയാണ് അത് ചോദിച്ചത്. സ്കോളർഷിപ്പ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലെല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് 95% അബവ് ഉണ്ടെങ്കിൽ ചെറിയ ഫീസ് റിഡക്ഷൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു 10% ഐ തിങ്ക്. ഇപ്പൊ എനിക്ക് പുതിയ ഇതറിയില്ല, 10% ആണെന്നാണ് എന്റെ ഒരു അറിവ്. അതാണ് സ്കോളർഷിപ്പ് ആയിട്ട് മെയിൻ ആയിട്ട് അവര് കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരു ഫുൾ ഫീസ് സ്കോളർഷിപ്പോ കാര്യങ്ങളോ അവര് കൊണ്ടുപോകും കൊടുത്തിട്ടില്ല. അമീന് പിന്നെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ലാസ്റ്റ് എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുതരാം. ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് എത്ര വർഷമാണ് അവിടുത്തെ കോഴ്സ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് അബ്ദുൾ റഹ്മാൻ. യൂറോപ്യൻ കൺട്രീസിൽ എല്ലായിടത്തും 6 years ആണ് കോഴ്സ് വരുന്നത്, യൂറോപ്യൻ കൺട്രീസിലെ. സോ ഇവിടെയും അതുപോലെ 6 year കോഴ്സാണ്. ജർമ്മൻ കരിക്കുലമാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ചോദിച്ചത് നീറ്റ് നിർബന്ധമുണ്ടോ? അത് ചിലപ്പോഴൊക്കെ ചില പരസ്യങ്ങളൊക്കെ എസ്പെഷ്യലി ഈ മോൾഡോവയി ബന്ധപ്പെട്ട് ചില ആളുകളൊക്കെ കൊടുക്കാറുണ്ട്, വിത്തൗട്ട് നീറ്റ് MBBS. അപ്പൊ നീറ്റ് നിർബന്ധമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. 100% നീറ്റ് നിർബന്ധമുണ്ട്. നീറ്റ് നിർബന്ധമില്ലാതെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ തിരിച്ചു വന്നതുകൊണ്ട് ഇവിടെ FMG എക്സാം എഴുതാൻ സമ്മതിക്കില്ല. ആസ് പെർ ദ ന്യൂ റൂൾ, NMCയുടെ പുതിയ റൂൾ പ്രകാരം നീറ്റ് പാസ്സായ കുട്ടികൾക്ക് മാത്രമേ അബ്രോഡ് പോയിട്ട് പഠിച്ചു വരാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഇയറിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. നീറ്റ് പിന്നെ ലേറ്റ് ആയതിനെ കൊണ്ട് ആ പോയ കുട്ടികൾ ഈ വർഷം നീറ്റ് പാസ്സാവണം എന്നുള്ളതാണ് അതിന്റെ നിർബന്ധമാക്കപ്പെട്ട കാര്യം. നീറ്റ് ശരിക്കും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നീറ്റ് ഇല്ലാത്ത കുട്ടികളും പോകുന്നുണ്ട്. പക്ഷെ തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണ നേരത്താണ് അതിന്റെ പണി കിട്ടുക. അപ്പൊ അതാണ് അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കൊണ്ടുപോകാൻ ഏജൻസീസിന് സ്റ്റുഡന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത്. മോൾഡോവയിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. കാരണം മോൾഡോവ ഇന്ത്യയിലല്ലല്ലോ. അതെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ മാർക്ക് ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. അതെ. ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണെന്ന് ചോദിക്കുന്നത്. ക്ലൈമറ്റ് വരുന്നത് നമ്മളുടെ നവംബർ. മോൾഡോവന്റെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 4 seasons ആണ്. വിന്റർ, സ്പ്രിങ്, സമ്മർ, ഓട്ടം. ഈ 4 സീസണും നമുക്ക് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ മുതൽ ഒരു മാർച്ച് വരെയാണ് വിന്റർ വരുന്നത്. ഈ മാർച്ച് മുതൽ ഒരു ജൂൺ, ഒരു മെയ് വരെ സ്പ്രിങ് ആണ്. സ്പ്രിങ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ സീസൺ കേട്ടോ. ഈ പുല്ലും പിന്നെ അതുപോലെ ഭയങ്കര ഗ്രീനറി ആയിരിക്കും അവിടെ. ആ ടൈമിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ജൂൺ മുതൽ ഒരു സെപ്റ്റംബർ വരെ സമ്മർ ആണ്. സമ്മർ ടെമ്പറേച്ചർ ഇറ്റ് ഗോസ് അറൌണ്ട് 47 വരെ ടെമ്പറേച്ചർ പോകും സമ്മർ ടൈമില്. അത് അതിന്റെ പീക്ക് കിട്ടോ ഒരു ജൂലൈ എൻഡോട് കൂടിയിട്ടൊക്കെ ഏകദേശം അത്ര വരെ വരാം. പക്ഷെ ചില ടൈമിൽ 33-35 വരെയൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ ഡിപ്പെൻഡ്സ് ചെയ്യും. ബട്ട് മെജോറിറ്റി ടൈം സ്റ്റുഡൻസ് ആ ടൈമിൽ നാട്ടിലായിരിക്കും. വെക്കേഷൻ ടൈം ആണല്ലോ. സോ പിന്നെ സെപ്റ്റംബർ മുതൽ
ഈ നവംബർ വരെ വീണ്ടും ഓട്ടം സീസൺ ആണ്. ഈ തണുപ്പിലോട്ട് പ്രിപ്പയർ ചെയ്യാണ്. അപ്പം ഈ ഇലകളെല്ലാം കൊഴിഞ്ഞ് പിന്നെ പോകുന്ന ഒരു ടൈമാണ് അത്, ചെടിമറ്റ ഇലകളും കാര്യങ്ങളും. അപ്പൊ അതാണ് അവിടുത്തെ സീസൺസിന്റെ പ്രത്യേകത. അത് കുട്ടികൾ പിന്നെ ടെമ്പറേച്ചർ ഒരു ആവറേജ് -10 വരെയാണ്. അത് കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഒരുപാട് മലയാളികൾ പഠിക്കുന്നുണ്ട്, ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇയറിലും ഇതുപോലെ 100 സ്റ്റുഡൻസ് പോകുന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. ആരും ഇന്ന് വരെ തണുപ്പിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് അവിടുന്ന് പഠിപ്പ് നിർത്തി പോന്നിട്ടില്ല. ബിക്കോസ് ഒരു 8 ഇയേഴ്സോളം 6 ഇയേഴ്സോളം ഞാൻ അവിടുന്ന് പഠിച്ചു വന്ന ആളാണ്. അപ്പൊ ആരും ഇന്ന് വരെ അവിടുന്ന് തണുപ്പായത് കൊണ്ട് പോരേണ്ടി വന്നിട്ടില്ല. പിന്നെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങൾ? കുട്ടികൾ സുരക്ഷിതരാണോ? കുട്ടികൾ 100% സുരക്ഷിതരാണ്. നമ്മൾ അവരെ പ്രൊവോക്ക് ചെയ്യാതിരുന്നാൽ മതി. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളാണ് രാജാവ് എന്ന് വിചാരിച്ച് നടക്കാതിരിക്കുക. അതാണ് മെയിൻ ആയിട്ട്. നമ്മൾ അവരെ ഒരു കൺട്രി ചെല്ലുമ്പോൾ അവരുടെ ലോ റെസ്പെക്ട് ചെയ്യുക. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളാണ് വലിയ ആളെന്ന് വിചാരിച്ചിട്ട് അവരുടെ ആളുകൾ സിറ്റിസനെ ബഹുമാനിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പൊ അവിടെ ഇതുവരെ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഉണ്ടായില്ല. യൂറോപ്യൻസ് പൊതുവെ ഹ്യൂമൻ ഫ്രണ്ട്ലി ആണ്. ഇപ്പം ന്യൂസ് എല്ലാം വായിക്കുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, ഈ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഓടിപ്പോകുന്നത് യൂറോപ്പിലേക്കാണല്ലോ. അവരെന്തുകൊണ്ട് മറ്റുള്ള കൺട്രീസിലേക്കൊന്നും പോകുന്നില്ല? കാരണം അത്രയും വെൽക്കമിങ് ആണ് അവര്. ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ എങ്ങനെയുണ്ട്? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ, ലണ്ടനാണ് പാരീസ് ആണെന്നൊന്നും വിചാരിച്ച് പോകാൻ നിൽക്കണ്ട. കുട്ടികളുടെ അടുത്ത് മെയിൻ ആയിട്ട് അതാണ് പറയാനുള്ളത്. അവര് പിന്നെ ഭയങ്കര വാവുമാണ്, ലണ്ടൻ പോലെ ഉണ്ട്, പാരീസ് പോലെ ഉണ്ട് എന്നൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അവിടെ വന്നവരൊക്കെ. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഒരു നോർമൽ കൺട്രി. നമ്മളുടെ എയിം എന്താണ്? പഠിക്കുക, പഠിച്ച് പോരുക. ഇൻഫ്രാസ്ട്രക്ചറിന് എന്തോ ആയിക്കോട്ടെ, നമ്മളെ ബോധർ ചെയ്യുന്ന കാര്യമല്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് നല്ല അക്കാഡമിക്സ് തന്നെയുണ്ട്. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എൻജോയ് ചെയ്യാനൊന്നല്ലല്ലോ പോകുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ബെറ്റർ ആണ്, ക്ലീൻ ആണ്. യൂറോപ്യൻസ് പൊതുവെ ക്ലീൻ ആണ്. കാര്യങ്ങൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ എത്രയോ ബെറ്റർ ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ചില സിറ്റീസിനെക്കാട്ടിലും 100% ബെറ്റർ ആണ്. അക്കാദമിക്കിന് വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ അകത്ത്. ആസ് എ ഡോക്ടറിന് വേണ്ട 100% ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും എനിക്ക് പറയാനതേ ഉള്ളൂ. 100% ആയിട്ട് അക്കാഡമിക്സിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം മോൾഡോവനെ. അത് നിങ്ങൾക്ക് ഇപ്പൊ റിസൾട്ട് ബൈക്ക് ഗ്രാഫ് തന്നെ നോക്കിയാൽ മതി. ഞങ്ങൾ പോകുന്ന സമയത്ത് 4 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ. ഓക്കെ, ഇന്നിപ്പോ അത് എത്തി ഇയർലി 180 ഒക്കെ എത്തിയിട്ടുണ്ട് സ്റ്റുഡൻസ്. അപ്പൊ എന്തുകൊണ്ടാണ് കുറയുന്നില്ലല്ലോ? എന്തുകൊണ്ടാണ് ഗ്രാഫ് ഹൈ ആയി പോകുന്നത്? ഓരോ വർഷങ്ങളിൽ ഉയർന്നു വരികയാണ്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒന്നാമത്തത് അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയാണ്. ഇപ്പൊ പൊതുവെ മോശം എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ കുടുംബക്കാരനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കൂല. കാരണം പറ്റ മോശം നാട്ടിൽ എല്ലായിടത്തും പാട്ടാവും. അപ്പൊ പിന്നെ നമ്മൾ അതിന് നിൽക്കില്ല. സോ ബെറ്റർ ആയതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ ബ്രദറിന് എനിക്ക് അങ്ങോട്ട് ധൈര്യമായിട്ട് സെൻഡ് ചെയ്യാം. ബിക്കോസ് എനിക്ക് അവിടുത്തെ സിസ്റ്റം അറിയാം. അതുകൊണ്ടുള്ള ഒരു മെയിൻ ആയിട്ട് അവിടെ റെഫറൽ സ്റ്റുഡൻസ് റെഫർ ചെയ്യാൻ തന്നെ മോൾഡോവ കാരണം അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ചോദിച്ചത് +2 ആണോ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത്? ഫാത്തിമ ഹന്ന ചോദിച്ചതാണ്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? +2 നീറ്റ് അല്ലേ, അതല്ലേ വേണ്ടത്? +2 സയൻസ് എടുത്തിരിക്കണം, പിന്നെ നീറ്റും പാസ് ആയിരിക്കണം. അപ്പോ അക്കോമഡേഷൻ എങ്ങനെയാന്ന് ചോദിക്കുന്നുണ്ട്. അക്കോമഡേഷൻ സ്റ്റുഡൻസിന് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ. ബോയ്സിനുണ്ട് ഗേൾസിനുണ്ട്, സെപ്പറേറ്റ് ആണ്. അക്കോമഡേഷൻ ഷെയറിംഗ് ആണോ 2 ഷെയറിംഗ് ആണോ എങ്ങനെയാണത്? അത് അവരവരുടെ സാമ്പത്തികത്തിനനുസരിച്ച് അവർക്ക് ചൂസ് ചെയ്യാം. സിംഗിൾ ആയിട്ടുള്ള റൂംസ് ഉണ്ട്, അതെ അവൈലബിൾ ആണ്. പിന്നെ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. ഇന്ത്യൻ ഫുഡേ ഉള്ളൂ ഇപ്പൊ. നമ്മുടെ ഇന്ത്യക്കാര് കേറി ഇപ്പൊ ഇന്ത്യൻ ഭക്ഷണങ്ങളാണ് മൊത്തത്തിലുള്ളത്. തീർച്ചയായിട്ടും എല്ലാ സംഗതി കിട്ടും. നസ്രുള്ള ജസ്റ്റ് കട്ടായി പോയിട്ടുണ്ടോ? വന്നോ? നസ്രുള്ള കറണ്ട് പോയി എന്നെന്തോ തോന്നുന്നു അവിടെ. ബിക്കോസ് കൊല്ലത്ത് കുറച്ച് പ്രശ്നങ്ങൾ. അപ്പൊ എനിക്കിപ്പോ മെസ്സേജ് അയച്ചു കറണ്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ നെറ്റിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്.
ഇത് ഫീ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. ശരിക്ക് 4000 യൂറോ ആണ് ഒരു വർഷത്തെ. അപ്പൊ 4000 യൂറോ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണിയിൽ എത്ര വരും അത്? 4000 യൂറോ എന്ന് പറയുമ്പോൾ ഇപ്പൊ യൂറോ നമുക്കിപ്പം ഒരു സ്റ്റേബിൾ ആയിട്ട് നമുക്കൊരു പറയാൻ പറ്റില്ലല്ലോ, സ്വാഭാവികമായിട്ട് വേരിയേഷൻസ് വരാം. അതെ അതെ, ഇപ്പത്തെ ഒരു കണ്ടീഷനിൽ ഒരു 80% റേഞ്ചിലാണ് യൂറോ നിൽക്കുന്നത്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, ബിക്കോസ് നമ്മളിപ്പം ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടാറില്ല. ഒരു 3,20,000 നമ്മൾ കയ്യിൽ കരുതേണ്ടി വരും മിക്കവാറും. ഓക്കെ, ഒരു 80 വെച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ 4000 രൂപ 3,20,000 രൂപയോളം 3,20,000 രൂപയോളം വരുന്നുണ്ട്. അത് ഫീ സ്ട്രക്ചർ പറയണത് നമുക്ക് കുറെ ആൾക്കാർ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് 4000 യൂറോ ആണ് അവിടുത്തെ ഫീസ് പറയുന്നത്. പിന്നെ അക്കോമഡേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് സെപ്പറേറ്റ് ആണ്, അക്കോമഡേഷൻ അല്ലെ, അങ്ങനെയല്ല? അതെ അതെ അതെ, ഫുഡ് പിന്നെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്യും. ചിലർ കൂടുതൽ തിന്നും, ചിലർ കുറച്ച് കഴിക്കുള്ളൂ. അത് ഡിപ്പെൻസ് ആണ് അല്ലെ. നമുക്ക് മെസ്സ് രൂപത്തിലാണോ ഹോട്ടൽ സിസ്റ്റം ആണോ? അത് പിന്നെ രണ്ട് രീതിയിലുണ്ട്. മെസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മെസ്സിൽ ജോയിൻ ചെയ്യാം, ഹോട്ടലിൽ പോലെ ആണെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കുന്നത് പോലെ തിന്നാം. അതൊക്കെ രണ്ട് രീതിയിലുണ്ട്. ഈ ഫസ്റ്റ് ഇയേഴ്സ് എല്ലാം ഒരു ഫസ്റ്റ് മന്ത് എല്ലാം മെസ്സിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ, ബിക്കോസ് അവർക്ക് എന്താ പറയാ യൂസ്ഡ് ആവുന്നവരെ ഒന്ന് സെറ്റ് ആവണം. അതെ അതെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് പിന്നെ അക്കോമഡേഷൻ 3 ഷെയറിംഗ് ആണെന്നുണ്ടെങ്കിൽ പറയുന്നത് 600 യൂറോ ആണ് പറയുന്നത്, ഏകദേശം 600 യൂറോ. അത് ഡബിൾ ഷെയറിംഗ് ആണെങ്കിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ 600 യൂറോ. പിന്നെ വിസ, ഇൻഷുറൻസ്, ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിൽ ഒരു 400 യൂറോ സെപ്പറേറ്റ് കാണിക്കുന്നത്. അപ്പോൾ മൊത്തം ഒരു ഏകദേശം ഒരു 5000 യൂറോ ആണ് ഒരു വർഷം, ഫസ്റ്റത്തെ വർഷം. പിന്നെ സെക്കൻഡ് ഇയറിലാണെന്നുണ്ടെങ്കിൽ ഫീസിൽ ചെറിയൊരു വർധന വരുന്നുണ്ട്, 4300 ആണ്. പക്ഷെ ഫസ്റ്റത്തെ വർഷം നമുക്ക് എന്ത് വരുന്നില്ല, ബാക്കി ഈ 400 യൂറോ വരുന്നില്ല. അപ്പൊ എന്തായാലും എല്ലാ വർഷങ്ങളിലും 5000 യൂറോ എന്നുള്ളതാണ് ഭക്ഷണം ഒഴിവാക്കിയിട്ടുള്ള, ടിക്കറ്റ് ഒഴിവാക്കിയിട്ടുള്ള കണക്ക്. അത് ശരിയാണോ? അത് ഓൾമോസ്റ്റ് ശരിയാണ്, ഓൾമോസ്റ്റ് ശരിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസസ് ഒക്കെ ഓരോ സ്റ്റുഡന്റിനും ഡിപ്പെൻഡ് ചെയ്യും. ചിലവർ വന്നാൽ ഭയങ്കര അടിച്ചുപൊളിയായിരിക്കും, ചിലർ വന്നാൽ നല്ല രീതിയിൽ കഴിയുന്നവരുണ്ടാവും. അപ്പം അതൊക്കെ ഓരോ സ്റ്റുഡന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് ഈ പറഞ്ഞ പോലെ മന്ത്ലി ഒരു 10,000 റുപ്പീസ് ഇന്ത്യൻ മണി ഉണ്ടെങ്കിൽ അവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്ന് പോവാം ചെലവിന്. അതെ. പിന്നെന്ന് പറഞ്ഞാല് പറഞ്ഞോളൂ. ഇല്ല പറഞ്ഞോളൂ. സഫാൻ ചോദിക്കുന്നതേ യൂണിവേഴ്സിറ്റി എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടെന്നോ ചോദിക്കുന്നത്. എങ്ങനെ യൂണിവേഴ്സിറ്റി നല്ല എന്റർടൈൻമെന്റ് ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റി ആണോ? എന്റർടൈൻമെന്റ് കാര്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല, വേണ്ട പോലെ ഫ്രീഡവും നമ്മളെ എന്താ പറയാ. പക്ഷെ നമ്മളുടെ അടുത്തൊരു കൺട്രോൾ വേണം എല്ലാത്തിലും, അത്രേ ഉള്ളൂ. എല്ലാ കാര്യത്തിനും പറ്റിയ സ്ഥലങ്ങളാണ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ട് വിസിറ്റ് ചെയ്യാന്. പക്ഷെ വെറും ബ്യൂട്ടിഫുൾ പ്ലേസസ് വിസിറ്റിങ് മാത്രം മതിയാവൂല, നമ്മളെ പഠനം നമ്മൾ ചെന്നത് കൂടെ മറക്കാത്ത രീതിയിൽ അവർ അടിച്ചു പൊളിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പിന്നെ റാബിയ ചോദിച്ച ക്വസ്റ്റ്യൻ നേരത്തെ സാറ് ആൻസർ ചെയ്തതാണ്, സ്കോളർഷിപ്പ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓൾറെഡി ആൻസർ ചെയ്തതാണ്. പിന്നെ ഹൗസ് സർജൻസി എങ്ങനെയാണെന്ന് ചോദിച്ചു, അത് അജു ആണ് ചോദിച്ചത്. ഓക്കെ, അത് ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. 6 years സ്റ്റഡീസ് ആണല്ലോ അവിടെ. അതെ അതെ. ഇപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നെക്സ്റ്റ് ടൈം FMG പാസ് ആവുക എന്ന് വെച്ചാൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ പാസ് ആവുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഈ FMG പാസ് ആയി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇന്റേൺഷിപ്പ് ആണ്. അതെ, ഇതില് കേരളവും തമിഴ്നാടും 1 year ഇന്റേൺഷിപ്പ് കമ്പൽസറി ആണ്. അതെ, നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം മറിച്ച് ഡൽഹി അങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റ്സില് പിന്നെ ഇന്റേൺഷിപ്പ് നമ്മൾ വന്ന ഉടനെ തന്നെ നമുക്ക് ഡയറക്റ്റ് പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടും FMG പാസ് ആയി കഴിഞ്ഞാൽ. സോ ഇത് കുട്ടികൾ ഏത് സ്റ്റേറ്റിലാണോ വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത്, ഇനിയിപ്പോ അവരൊക്കെ പോയി പഠിച്ചു വരുമ്പോഴേക്കും പുതിയ നിയമങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പം ഡൽഹി അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ, അവിടെ പോയി രജിസ്റ്റർ ചെയ്യാം. അതല്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇന്റേൺഷിപ്പ് ഇല്ലാണ്ട് നമുക്ക് ഒഴിവാവാൻ പറ്റും. പിന്നെ അവർക്ക് നേരെ നീറ്റ് PG എഴുതിയാൽ മതി, PG എക്സാമിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മതി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ നീറ്റ് PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എക്സാം വരുന്നുണ്ട്. സോ അതുപോലെ അവർക്ക് ചെയ്യാൻ പറ്റും. MCA പാസ്സാകലാണ് മെയിൻ എയിം. സോ ഇന്റേൺഷിപ്പ് എന്നുള്ളത് ഇനിയിപ്പം ചിലവര് പറയും അവിടെ ഇന്റേൺഷിപ്പ് ഇൻക്ലൂഡഡ് ആണ് എല്ലാന്നൊക്കെ. ഡസന്റ് മാറ്റർ. നിങ്ങൾ കേരളത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല.
ഇവിടെ വന്നാൽ 1 year ഇന്റേൺഷിപ്പ് പാസ്സായി കഴിഞ്ഞാൽ മസ്റ്റ്. അപ്പൊ അതായത് 6 year അവിടെയും 1 വർഷം നിർബന്ധിതമായിട്ടുള്ളത് കേരളത്തിലും. സ്പെൻഡ് 7 year, right? പിന്നെ ഇതിനകത്ത് അടുത്ത ചോദ്യം ചോദിച്ചില്ലെന്ന് വെച്ചാല് ഹൗസ് സർജൻസി ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്നു, അതായത് അവിടെ 5 വർഷം പഠിച്ചിട്ട് 1 വർഷം ഇവിടെ പഠിക്കാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ 6 year കണ്ടിന്യൂസ് കരിക്കുലം തന്നെയാണ്. അത് പലവരും പല രീതിയിൽ 5+1 എന്നൊക്കെ പറയും. അങ്ങനെയൊന്നല്ല, 6 year കോഴ്സ് ആണ് അവിടെ ഉള്ളത്. 5 year കോഴ്സും 1 year ഇന്റേൺഷിപ്പ് ആയിട്ടൊന്നുമല്ല, 6 year കരിക്കുലം തന്നെയാണുള്ളത്. അത് പിന്നെ പലവരും പല രീതിയിൽ പറയുന്നതാണ് അത്. പിന്നെ ഇതിനകത്ത് ചോദിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഈ 6 വർഷം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് അണ്ടർ ഗ്രാജുവേറ്റ് MBBS മാത്രമാണോ? ഇനി സ്പെഷ്യലൈസേഷൻ എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നും കൂടി ചോദിക്കുന്നത്. അത് അജു തന്നെയാണ് ചോദിച്ചത്. ഓക്കെ, ഈ 6 വർഷവും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് തന്നെയാണ്. നമുക്ക് അവിടുന്ന് തരുന്ന ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞ ഡിഗ്രിയാണ്. ഓക്കെ, അത് MD എന്ന് പറയാം, പക്ഷെ അത് നമ്മളുടെ നാട്ടിലെ MD-യുമായി ഈക്വൽ അല്ല. ഓക്കെ, ആ സെയിം ഡോക്ടർ ഓഫ് മെഡിസിൻ ഡിഗ്രി ഇന്ത്യയിൽ MBBS ആയിട്ടാണ് ഈക്വലന്റ് ഉള്ളത്, പരിഗണിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഈ സെയിം ഡിഗ്രി വെച്ചിട്ട് ഗൾഫിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഡോക്ടർ ഓഫ് മെഡിസിൻ ഫാമിലി ഡോക്ടർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അവിടെ നമുക്ക് സാലറി വൈസിൽ കുറച്ചും കൂടെ ഹൈ ആയിരിക്കും. പക്ഷെ അവിടെ പോയി പണിക്കണമെങ്കിൽ ഇവിടുത്തെ FMG പാസ്സാവണം. അങ്ങനെ ഒരു MO ചെയ്തണമെങ്കിൽ ഇവിടുത്തെ FMG പാസ്സാവണം. പിന്നെ ഇനി ഈ ഡോക്ടർ ഓഫ് മെഡിസിൻ ഡിഗ്രി വെച്ച് നമ്മൾ ഇവിടെ 6 years കഴിഞ്ഞ് വന്നു. FMGE എന്ന് പറഞ്ഞാൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ, MCIന്റെ പരീക്ഷ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടില്. അത് കുട്ടികൾ വന്ന ഇയറിൽ തന്നെ പാസ്സാവുക മാക്സിമം. ഓക്കെ, അവര് ഇപ്പൊ കേരളത്തിലാണ് രജിസ്റ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ 1 year ഇന്റേൺഷിപ്പ് മസ്റ്റ് ആണ്. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ 1 year ഇന്റേൺഷിപ്പ് വേണ്ട. ഔട്ട് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും പറ്റില്ല, മറ്റുള്ള സ്റ്റേറ്റ്സിലൊന്നും ചില സ്ഥലത്തൊന്നും അത് വേണ്ട. അപ്പൊ നമുക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ എപ്പോഴാണ് കിട്ടുന്നത്? പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ എന്ത് ചെയ്യാം? PGക്ക് അപ്ലൈ ചെയ്യാം, നീറ്റ് PG പരീക്ഷ. ഇനിയിപ്പോ നമ്മുടെ കുട്ടികൾ ഇപ്പൊ പോകാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവര് പഠിച്ചു വരുമ്പോഴേക്കും നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാം ആയിരിക്കാം വരാൻ ചാൻസ് ഉള്ളത്. ആ ടൈമില് ഈ നെക്സ്റ്റ് 2 പാർട്ടായിട്ടാണ് നടത്തുക. ആദ്യത്തെ പാർട്ടില് അവിടുന്ന് പഠിച്ചു വന്ന കുട്ടികൾ എല്ലാവരും നെക്സ്റ്റ് 1 ആണ് അറ്റൻഡ് ചെയ്യുക. നമ്മളുടെ അവിടുത്തെ കുട്ടികളും നാട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളും നെക്സ്റ്റ് 1 ആണ് അറ്റൻഡ് ചെയ്യുക. അത് ആക്ച്വലി ഒരു ഗുഡ് തിങ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്പൊ ഈ പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികളും നമ്മളും ഇവിടെ പഠിച്ചു വരുന്നവരും എല്ലാവരും നോളജ് വൈസിൽ സെയിം ആണെന്ന് അറിയിക്കാൻ ഒരു എക്സാം നല്ലതാണ്. 100%. ഓക്കെ, അപ്പൊ ഈ എക്സിറ്റ് എക്സാം എന്നാണ്, നാഷണൽ എക്സിറ്റ് എക്സാം എന്നാണ് അതിന്റെ പേര് വരുന്നത്. ഓക്കെ, അത് 2 parts ആണ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികളും ഇവിടുത്തെ കുട്ടികളും അറ്റൻഡ് ചെയ്യാം. അതിൽ ആരൊക്കെയാണോ പാസ്സാവുന്നത് അവർക്ക് നാട്ടില് MBBS ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാം. സെയിം സ്റ്റുഡൻസിനെ നെക്സ്റ്റിന്റെ സെക്കൻഡ് പാർട്ട് എഴുതുന്നത്. അതിൽ ഹൈ മാർക്ക് കിട്ടുന്നവർക്കൊക്കെ PGക്ക് പോകാൻ പറ്റും. നീറ്റ് PGക്ക് പകരമായിട്ട് നമുക്ക് ഈ അപ്പൊ പിന്നെ നീറ്റ് PG എക്സാം ഉണ്ടാവില്ല. എയിംസിന്റെ PG എക്സാം മാത്രമേ പിന്നെ അവൈലബിൾ ഉണ്ടാവൂ. അപ്പം അത് ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പം നമുക്ക് ഒരു വേർതിരിവ് ഉണ്ടാവില്ല, പുറത്തുനിന്ന് വന്നവര് ഇവിടെ നിന്നുള്ളവര് എല്ലാവരും അങ്ങനെയൊന്നുമില്ല. അവനാ പഠിച്ചത് എന്താണോ. നിലവിലെ FMGയുടെ കാര്യത്തില് ഭയങ്കര ആശങ്കയുണ്ട്. കാരണം പലപ്പോഴും PG ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇവരെ പാസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് പലരും ആഗ്രഹിക്കുകയും അതിനെ സംഘടിതമായി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം. അപ്പൊ ഈ നെക്സ്റ്റിന്റെ രീതിയിൽ വരുമ്പോൾ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണെന്നാണ് പറഞ്ഞത് അല്ലേ? പിന്നെ ഞാനിതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ വിദേശത്ത് പോകുന്ന കുട്ടികളിൽ നല്ലൊരു ഭൂരിപക്ഷം കുട്ടികൾ ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നീറ്റ് PG എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇവർ ഈ കോമ്പറ്റീറ്റീവ് ശൈലിയിലുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്ക് നീറ്റ് PG വളരെ ഈസി ആവുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കറക്റ്റ് ആണ്. കാരണം എന്താ അറിയോ, ഈ FMGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പഠിക്കുന്ന സെയിം മെറ്റീരിയൽ ആണ് നീറ്റ് PGക്ക് വേണ്ടി കുട്ടികൾ പഠിക്കുന്നത്. അപ്പം ഇതിലൊരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ വിദേശത്ത് പോയി കഴിഞ്ഞാല്
ഓക്കെ. പിന്നെ അവര് അവിടുന്ന് ഇപ്പൊ 6th ഇയറിൽ അവർക്ക് പ്രിപ്പറേഷൻ തുടങ്ങി എന്ന് വിചാരിച്ചോളൂ. അവർക്ക് അത് നല്ലൊരു നോളജ് ആണ്. ബിക്കോസ് 19 പേപ്പേഴ്സ് ആണ് എന്തിനു വേണ്ടത്, PGക്ക് വേണ്ടത്. അതേ 19 പേപ്പേഴ്സ് എന്തിനു വേണം, FNGക്ക് വേണം. സോ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്, ഒന്നും കൂടെ ഹാർഡ് വർക്ക് ചെയ്താൽ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നീറ്റ് PG പുറത്തു പോയി വന്ന കുട്ടികൾക്ക്. പക്ഷെ ഇത് നീറ്റ് PG ഭയങ്കര ടഫാണ്, സീറ്റിന് ഭയങ്കര പൈസ ആണ്, ഇങ്ങനെ കേട്ട് ആളുകളുടെ മൈൻഡിൽ എന്ത് ചെയ്യും, അത് നമുക്ക് കിട്ടൂല എന്നുള്ള ഒരു സെറ്റപ്പിലോട്ട് വരും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഈ FNG പഠിക്കുന്ന അവര് കോച്ചിങ്ങിന് വേണ്ടി പഠിക്കുന്ന സെയിം സബ്ജക്ട്സ് ആണ്, കുറച്ചും കൂടെ ഡീപ്പായി പഠിക്കണം എന്ന് മാത്രം, അത്രേ ഉള്ളൂ. FNG പാസ്സായ കുട്ടിക്ക് നീറ്റ് PG എടുക്കാൻ വലിയ ടഫ് ഉണ്ടാവില്ല. അപ്പം അതൊക്കെ ഇനി പുതിയ ഈ നെക്സ്റ്റ് 2 വന്നു കഴിയുമ്പോഴേക്ക് അതൊക്കെ ഒരുപാട് ചേഞ്ചസ് വരും. പിന്നെ ഇവിടെ ചോദിച്ചത് അർമേനിയൻ ലാംഗ്വേജ് പഠിക്കേണ്ടതുണ്ടോ? അർമേനിയൻ അല്ല, റൊമേനിയൻ ലാംഗ്വേജ്. അർമേനിയൻ ചോദിച്ചു. ഓക്കെ, റൊമേനിയൻ ലാംഗ്വേജ് പഠിക്കണം. ഈ റൊമേനിയൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ്. ഈ ലാറ്റിൻ ഭാഷ ABCD നമ്മളുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പോലെയാണ് അവരുടെ ആൽഫബറ്റ്സ്. ഇപ്പൊ മുസ്ലിം കുട്ടികളുണ്ടെങ്കിൽ അറബി മലയാളം നമ്മൾ മദ്രസിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അറബി മലയാളം, അറബിയിലെ എഴുത്തും മലയാളത്തിലുള്ള വായിക്കലും അതേപോലത്തെ ഒരു സിസ്റ്റമാണ് അവിടെയും. എഴുത്ത് ഇംഗ്ലീഷിലും അവരുടേതായിട്ടുള്ള ഒരു ഭാഷയുണ്ട്, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല? അപ്പൊ ഈസിയാണ് അത് സംഭവം. ബാക്കിയുള്ള മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഇത് മൂവ് ചെയ്യുള്ളൂ. നീറ്റ് എത്ര മാർക്ക് വേണം, അതോ ക്വാളിഫൈ ആയാൽ മതി എന്നൊക്കെ രശ്മി ചോദിച്ചതാണ്. ക്വാളിഫൈ ആയാൽ മതി. ജസ്റ്റ് ക്വാളിഫൈ ആയ കുട്ടികൾക്ക് തന്നെ അത് ഓരോ ഇയറിനും ഡിപ്പെൻഡ് ചെയ്യല്ലോ ക്വാളിഫിക്കേഷൻ. ഇവിടെ എനിക്ക് തോന്നുന്നു 2 ഇൻടേക്ക് ഉണ്ട് തോന്നുന്നു. കാരണം ശരിക്കും സെപ്റ്റംബർ ഇൻടേക്ക്, അതുപോലെ മാർച്ച് ഇൻടേക്ക് അല്ലെ, 2 ഇൻടേക്ക്. അതെ. 2 ഇൻടേക്ക് വെക്കാനുണ്ടായ കാരണം തന്നെ ഡിമാൻഡ് കൂടിയത് കൊണ്ടാണ് വെച്ചത്. മനസ്സിലായി. ഇത് കോഴ്സ് തുടങ്ങിയിട്ട് 2-3 ഇയേഴ്സ് ആയിട്ടുള്ളൂ. മനസ്സിലായി. കോഴ്സ് കഴിഞ്ഞിട്ട് യൂറോപ്പിലുള്ള രാജ്യങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിനോ ഒബ്സർവേഷൻഷിപ്പിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിബിലിറ്റി ഒരു യൂറോപ്പ് കൺട്രി എന്നുള്ള രീതിയിൽ ഒരു അധികമായിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നു? തീർച്ചയായിട്ടും യൂറോപ്പ് കൺട്രിയിൽ, ബിക്കോസ് നമ്മൾ 6 ഇയേഴ്സ് അവിടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ അസുഖങ്ങളുമായിട്ടും അതുപോലെ അവർക്ക് എഴുതി കൊടുക്കുന്ന മെഡിസിനുമായിട്ടെല്ലാം നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ബിക്കോസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നാട്ടിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എല്ലാം അവിടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ടുണ്ടാവുക, എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ അവരുടെ അസുഖങ്ങളായിരിക്കില്ല ഇവിടെ കൂടുതൽ ഉണ്ടാവുക, ഇവിടെ വേറെ രീതിയിലുള്ള അസുഖങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. മനസ്സിലായി. സോ നമ്മൾ ആ യൂറോപ്പിൽ തന്നെ ഒരു 6 വർഷം പഠിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഉള്ള അസുഖങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി അത് ഈക്വൽ ആയിട്ട് അവരുമായിട്ട് താരതമ്യം ഇപ്പം എന്താ പറയുക വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലോട്ട് നമുക്ക് പോകുമ്പോൾ വളരെയധികം ഉപകാരപ്പെടും ആ കാര്യം. ബട്ട് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കുട്ടികൾ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കണം. അവിടുത്തെ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് കൺട്രിയിലോട്ടാണോ അവർ പോകാൻ നിൽക്കുന്നത് ആ കൺട്രിയിലോട്ട് പോകുന്നതിനുള്ള ലാംഗ്വേജ് പഠിച്ചാൽ അവർക്ക് എല്ലാം എളുപ്പമായിരിക്കും. ഒരു പൈസ ചെലവാക്കാണ്ട് അവർക്ക് PG പഠിക്കാൻ പറ്റും. ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് നല്ല ഹൈ ആയി തന്നിട്ട് PG അവർക്ക് പഠിക്കാൻ പറ്റും. നല്ല സക്സസ്ഫുൾ ആയ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അങ്ങനെ. ആ രീതിയിൽ കുറെ ആളുകൾ പ്രിപ്പയർ ആവുന്നുണ്ടല്ലേ. അപ്പൊ ഞാന് വർഷത്തെ കുറച്ച് കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ അവര് പറഞ്ഞു ഈ വർഷത്തെ FMG എഴുതുന്നില്ല, അവര് എങ്ങനെ ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഉണ്ട്, ചിലവര് പ്ലാബ് എഴുതുന്നുണ്ട്. ഇപ്പൊ പ്ലാബ് ഒക്കെ എഴുതുന്ന പ്ലാബ് എന്ന് പറഞ്ഞാൽ ലണ്ടന്റെ ഒരു എക്സാം ആണ്. പ്ലാബ് ലണ്ടനിലെ മെഡിക്കൽ ലൈസൻസിങ് എക്സാം ആണ്. ചിലവർ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലണ്ടനിൽ പോവാം. അവിടെ ആകുമ്പോൾ ലാംഗ്വേജ് വിഷയമല്ല, നമ്മൾ ഇംഗ്ലീഷ് അറിയാം ഓൾറെഡി. സോ ഈസി എൻട്രി ആണ് പ്ലാബ് പാസ് ആയി കഴിഞ്ഞാൽ. പിന്നെ ഈ 2 ഇൻടേക്കുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സെല്ലി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതൊന്ന് ക്ലാരിറ്റി. മാർച്ച് ഇൻടേക്ക്, സെപ്റ്റംബർ ഇൻടേക്ക്, ഈ ഇൻടേക്കുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ കുട്ടികൾക്ക്? ഒരു വ്യത്യാസവും ഇല്ല. സെയിം കരിക്കുലം, സെയിം. ഈ എന്താ പറയാ, സെപ്റ്റംബറിൽ ജോയിൻ ചെയ്യുന്ന കുട്ടി ജൂലൈയിൽ പാസ് ഔട്ട് ആവും. പിന്നെ മാർച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടി ഡിസംബറിൽ പാസ് ഔട്ട് ആവും. ആ ഒരു വ്യത്യാസം അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. സെയിം ബിക്കോസ് യൂറോപ്പിലെല്ലാം ഒരു ക്രെഡിറ്റ് സിസ്റ്റം ആണ്. 360 ക്രെഡിറ്റ്സ് വേണം നമ്മളൊരു ഡോക്ടർ ആവണമെങ്കിൽ. ഈ ക്രെഡിറ്റ്സ് ഉള്ളവരെ ഡോക്ടർ ആവുള്ളൂ. അപ്പൊ ഈ 360 ക്രെഡിറ്റ്സ് ഫസ്റ്റത്തെ ആൾക്കാർക്കും കിട്ടും, സെക്കൻഡിൽ ജോയിൻ ചെയ്യുന്നവർക്കും കിട്ടും. അതൊന്നും ഒരു ഡിഫറൻസും ഇല്ല. യാത്രകൾ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്?
എങ്ങനെ ഫ്ലൈറ്റ് എങ്ങനെയാണ്, എവിടുന്നാണ് ഫ്ലൈറ്റ്, എത്ര സമയം എടുക്കുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, ഫ്ലൈറ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഫ്ലൈറ്റിൽ ഇരിക്കേണ്ടി വരും ഒരു 10-12 മണിക്കൂർ മതിയാവും. 10 മണിക്കൂർ മതിയാവും കറക്റ്റ് ആയിട്ട്. പക്ഷെ നമ്മൾ പല പല റൂട്ട് വഴി പോകുമ്പോൾ അത് ചിലപ്പോൾ ഒരു 18 മണിക്കൂർ 20 മണിക്കൂറൊക്കെ മൊത്തത്തിൽ എടുക്കാം. ഓക്കെ, ഏറ്റവും സിമ്പിൾ വേ എന്ന് പറഞ്ഞാൽ ബോംബെ ടു ഇസ്താംബുൾ, ഇസ്താംബുൾ ടു കിഷ്നൗ. ഓക്കെ, അതാണ് ഏറ്റവും ഈസി വേ. പക്ഷെ ടിക്കറ്റിന്റെ ചാർജിന്റെ ഇതും വ്യത്യാസങ്ങളും, കാരണം ടിക്കറ്റ് അപ്രോക്സിമേറ്റ്ലി 35,000 to 40,000 ആവറേജ് വരാറുണ്ട്. ഇപ്പോ പോയത് കാരണം ഈ കൊറോണ പശ്ചാത്തലത്തിലാണ്. അതെ, അത് ഇപ്പം ഇവിടുന്ന് ഇപ്പം നമ്മുടെ ദുബായിക്ക് വരെ പോകാൻ 10,000-20,000 രൂപ ഉണ്ട്. അപ്പൊ പിന്നെ അവിടേക്കൊക്കെ ഒരു 55 എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കൂടുതലൊന്നല്ല. മനസ്സിലായില്ല? സോ അതാണ് സീമോ എന്ന ഒരു ആപ്പ് ഉണ്ട് അവിടെ. ആ ആപ്പിന് എന്താണ് അതിന്റെ പ്രത്യേകത? സിമു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇൻഫർമേഷൻസ് അന്നുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഞാനിപ്പോ അവിടുത്തെ ഒരു ടീച്ചറാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇന്ന് സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് നമ്മൾ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, വെബ്സൈറ്റിനകത്ത്. അതെ, മനസ്സിലായി. അപ്പം അതിലൊരു യൂസർ നെയിം ഒരു പാസ്വേഡ് ഓരോ കുട്ടിക്കും ഉണ്ടാവും. ഈ യൂസർ നെയിം പാസ്വേഡ് കുട്ടികളെ പാരന്റ്സിന് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും. അവർക്ക് അതിൽ കയറി കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അവരുടെ മോൻ അവിടെ പഠിക്കുന്നുണ്ടോ ഇല്ലേ, അവന്ന് ക്ലാസ്സിൽ പോയോ ഇല്ലയോ, അല്ലെങ്കിൽ അവന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ ഇല്ലയോ. കറക്റ്റ് ആയിട്ട് ഒരു പാരന്റ് അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടീനെ അവർക്ക് ശരിക്കും ഉഷാറായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ അതെ, കുട്ടികൾക്ക് എക്സാം എഴുതാനും ഈ സെയിം സിസ്റ്റം തന്നെയാണ്. അവർ കമ്പ്യൂട്ടറിലൊക്കെ എക്സാം എഴുതുമ്പോൾ ഇതിന്റെ യൂസർ നെയിം പാസ്വേഡും വെച്ച് കയറിയിട്ട് എക്സാം എഴുതുന്ന റിസൾട്ടും അടുത്ത സെയിം ടൈം അപ്ലോഡ് ആവുക. ഒരു മാനിപ്പുലേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട്. അത് നല്ലൊരു സിസ്റ്റമാണ്. ഓൾമോസ്റ്റ് എത്രയോ $100,000 നാട്ടില് 10-60-70 ലക്ഷം രൂപ അവർ ചെലവാക്കിയിട്ട് ഉണ്ടാക്കിയ സിസ്റ്റമാണത്. ഞാൻ പോയിരുന്ന സമയത്തില്ലായിരുന്നു, ഞാൻ പഠിച്ചിറങ്ങാൻ നേരത്താണ് ഈ സംഭവം അവിടെ വന്നത്. അതെ 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 അതെ. കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ പാരന്റ്സ് ഇതുവഴി പറ്റുന്നുള്ളതാണ്. അതൊരു ബിഗ് പ്ലസ് ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് ചിലയിടത്തൊക്കെ കുട്ടികൾ വിട്ട് കഴിഞ്ഞാൽ അവര് ഞാൻ പാസ്സായിക്കണേ എല്ലതും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കുന്ന. ഇത് അങ്ങനെയല്ല, ഇത് നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? പിന്നെ ക്ലാസ്സിൽ പോയി ചിലവരൊക്കെ അവിടെ ചെന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. അതെ 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 അതെ, തീർച്ചയായും. ഇതൊക്കെ കറക്റ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഒരു നല്ലൊരു ഉപാധി തന്നെയാണ് തീർച്ചയായിട്ടും. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഈ ഡോക്ടേഴ്സിനൊന്നും ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലാത്തൊരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരും പേഴ്സണലി ബിസിയാണ് ഹോസ്പിറ്റലും കാര്യങ്ങളിലും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒരു ബാച്ചിൽ എത്ര കുട്ടികൾ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അശ്വതി. ഒരു ബാച്ചില് അറൌണ്ട് 100-200 സ്റ്റുഡൻസ് ഉണ്ടാവും ഒരു ബാച്ചില്. അതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ക്ലാസ്സിൽ 20 സ്റ്റുഡൻസ്, ഫസ്റ്റ് ടു തേർഡ് ഇയർ വരെ മാക്സിമം 20 സ്റ്റുഡൻസ് ആണ് ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക. സിസ്റ്റത്തിന്റെ ക്ലാസ് ആയില്ല, പിന്നെ 12 സ്റ്റുഡൻസ് ആണ് ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഫസ്റ്റ് ഇയറിൽ മാക്സിമം 20, അത് ഫോർത്ത് ഇയറിലാകുമ്പോൾ മാക്സിമം 12 ഉണ്ടാവുള്ളൂ. പിന്നെ അവിടുത്തെ ഒരു ഗുഡ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇയർലി കുട്ടികളെ ചെയ്യും. എന്താ പറയാ, അവര് പഠിക്കുന്ന കുട്ടികള് എത്രത്തിൽ പാസ്സായി അതൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പൊ 3 എക്സാമിന്റെ മേലെ പിന്നെ അരിയേഴ്സ് ഉണ്ടെങ്കിൽ അവര് കുട്ടീനെ എക്സ്പെൽ ലിസ്റ്റിലിടും. എന്നിട്ട് അത് ആ കുട്ടി പാസ്സാക്കി എടുത്തേ തീരൂ. പിന്നെ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഫൈൻ ഉണ്ട്. ഒരു ക്ലാസ്സിന് നാട്ടിൽ 1000 രൂപന്റെ അടുത്ത് ഫൈനാണ്, വിത്തൗട്ട് വാലിഡ് റീസൺ ആണെങ്കിൽ. വാലിഡ് റീസൺ ആണെങ്കിൽ നോ പ്രോബ്ലം. അപ്പം അങ്ങനെയൊക്കെ കുട്ടികൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നല്ല നിയമങ്ങളും അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ചോദിച്ചിട്ടുള്ളത് അവിടെ എംബസി ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. കാരണം അവിടെ എംബസി ഇല്ല എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യം.
ഓക്കെ, 2010 മുതൽ ഇതുവരെ അവിടെ ഒരു കുഴപ്പമില്ല, എംബസി ഇല്ല എന്ന് വെച്ചിട്ട്. ഓക്കെ, ഇതുവരെ ഒരു കുഴപ്പവും അവിടെ എംബസി ഇല്ല. അറ്റ് ദ മൊമെന്റ് എംബസി ഇല്ല. റൊമാനിയയിലുള്ള ഇന്ത്യൻ എംബസിയാണ് മോൾഡോവന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. സോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഈ പാൻഡമിക് വന്നിട്ട് പോലും ഒരു ബുദ്ധിമുട്ടോ കുട്ടികൾക്കോ കാര്യത്തിലോ ഒന്നും വന്നിട്ടില്ല. എംബസി ഉള്ള സ്ഥലത്താണ് സത്യം പറഞ്ഞ പ്രശ്നങ്ങളുള്ളത്. അപ്പോ എംബസി ഉള്ളതും ഇല്ലാത്തതും ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മളുടെ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നമ്മളെ ഇന്ത്യൻ സിറ്റിസൺ ആയതിനെ കൊണ്ട് നമ്മളെ റെസ്പോൺസിബിൾ ആയിട്ട് ഏതെങ്കിലും എംബസികൾ ഉണ്ടാവും. അവര് ബന്ധപ്പെട്ട് നമ്മൾക്ക് തിരിച്ചു വരാനും പോകാനൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതൊരു അസാധാരണ കാലഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ കോവിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ള സമയത്ത് ഹെൽപ്ഫുൾ ആവുക. ബാക്കിയുള്ള സമയത്ത് ഇൻ മൈ ഒപ്പീനിയൻ ഡസന്റ് മാറ്റർ. എംബസി ഉണ്ടോ എംബസി ഇല്ലേ ഇതൊന്നും ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. ഈ എംബസി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കൺട്രിയാണ് ഫസ്റ്റ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക. സെക്കൻഡറി ആണ് എംബസി കാര്യങ്ങളൊക്കെ. അതൊക്കെ അവർ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സുഖകരമായിട്ട് പഠിച്ചു പോകും. അതുപോലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, മിക്കവാറും ഒരു പേരന്റ് ആവാനാണ് ചാൻസ്. പാരന്റ്സും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവുമോ എന്ന് ചോദിച്ചത്. പാരന്റ്സും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു ഫസ്റ്റ് കാര്യം, പാരന്റ്സും ഇത് കൊണ്ടുപോകുന്ന യൂണിവേഴ്സിറ്റിയും കൊണ്ടുപോകുന്ന കൺസൾട്ടൻസീസുമാണ് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വരിക. ഈ കൺസൾട്ടൻസീസ് ആണ് പിന്നെ പാരന്റ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പാരന്റ്സിന് കുട്ടികളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ആ സിമു എന്നുള്ള കാര്യം. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ എന്റെ മോൻ പഠിക്കണ്ടോ, എന്റെ മോൻ അതാക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കൂല. അതൊക്കെ അവരുടെ സെക്കൻഡ്, ബിക്കോസ് ഇവരൊക്കെ അഡൾട്ട്സ് ആണ്. 18 ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു അഡൾട്ട് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പൊ പിന്നെ ആ അഡൾട്ടിന് അവന്റേതായ പ്രൈവസി ഉണ്ട്. മനസ്സിലായില്ല? അവന്റെ മാർക്ക് അറിയാന്നുള്ളത് അവന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ സ്വന്തം ഉപ്പക്കും ഉമ്മക്കോ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കോ അറിയാൻ പറ്റുള്ളൂ. ബട്ട് അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സിമു എന്ന് പറഞ്ഞത് സംഭവം കൊണ്ടുവന്നത്. അതാവുമ്പം അതെ, അത് വെച്ചിട്ട് ഇവർക്ക് നാട്ടിൽ നിന്ന് കയറി നോക്കാൻ പറ്റുമല്ലോ. ബാക്കി അവരും അവരുടെ മകനും കൂടെ ആയിക്കോളും അല്ലെങ്കിൽ മകളും കൂടെ ആയിക്കോളും. യൂണിവേഴ്സിറ്റിനെ അതിൽ ഉൾപ്പെടുത്താത്ത രീതിയിൽ. അതാണ് സംഗതി. പിന്നെ കടാവറിന്റെ അവൈലബിലിറ്റി അത് ഓൾറെഡി ആൻസർ ചെയ്തതാണ്, എന്നാലും ചോദിക്കുന്നുണ്ട്. കഥാവർ എല്ലാം അവർക്ക് കുട്ടികൾക്ക് വേണ്ടതുപോലെ ഉണ്ടാവും. ഫസ്റ്റ് ഇയറിൽ എന്റെ അറിവ് വെച്ചിട്ട് ഒരു 7-10 കഥാവേഴ്സ് അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട്. ലോൺ ലഭ്യമാവുമോ? ലോൺ എടുത്താണോ കുട്ടികൾ? ഓ തീർച്ചയായിട്ടും ലോൺ എല്ലാ ബാങ്ക്സും കൊടുക്കുന്നുണ്ടല്ലോ മോൾഡോയ്ക്ക് വരാൻ വേണ്ടി. പിന്നെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇപ്പൊ ഈ മറ്റേ ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു കൾച്ചർ അങ്ങനത്തെ കുട്ടികൾക്ക് അവിടെ പറ്റുമോ എന്നുള്ള അർത്ഥത്തിലാണ് ആ ചോദ്യം. പള്ളി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? കൾച്ചർ വൈസ് ഇപ്പൊ എന്തായാലും ഇസ്ലാമിക് കൾച്ചർ എന്ന് പറഞ്ഞാല് യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും അങ്ങനത്തെ കൾച്ചർ അല്ലല്ലോ. നമ്മൾ ഇതിന്റെ ചോദ്യം അതാണ്, ഒരു മതപരമായിട്ട് അനിഷ്ടങ്ങളൊക്കെ ഉള്ള കുട്ടിക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള അർത്ഥത്തിലാണ്. മതപരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരൊരു യൂറോപ്യൻ കൾച്ചറിൽ ജനിച്ചു വളരുന്ന ആളുകളാണ്. അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. പള്ളി നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം. ഈവൻ അമ്പലം വരെ ഉണ്ട്. ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഓർത്തഡോക്സ് ഉണ്ട്, കാത്തലിക്സ് ഉണ്ട്, ബാപ്റ്റിസ്റ്റ് ചർച്ചസ്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ചർച്ചസും ഉണ്ട്. 4 പള്ളിയുണ്ട്. പോകുന്നവർക്ക് പോകാം, ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് അവർക്ക് പോയി നിസ്കരിച്ച് പോരാം, ഒരു പ്രശ്നമില്ല. അമ്പലത്തിൽ പോകണമെന്ന് അമ്പലത്തിലും പോകുന്നുണ്ട്. പോകണം എന്നുള്ളവര് പോവും, പോവാത്തവർ അവിടെ ഇരിക്കും. കൾച്ചർ വൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ദുബായിലൊക്കെ പോകുന്ന പോലെ ആയിരിക്കും അവിടെ കുറച്ചുകൂടെ ഓപ്പൺ ആയിരിക്കും ആളുകള്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ശൈലജ ടീച്ചറൊക്കെ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്താ പരിപാടി? അത് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഹോണററി വിസിറ്റ് ആയിരുന്നു. കേരളത്തിൽ നിന്ന് കുറെ കുട്ടികൾ ഉണ്ടായപ്പോ യൂണിവേഴ്സിറ്റിന്റെ പിന്നെ ജസ്റ്റ് ഒന്ന് യൂണിവേഴ്സിറ്റിക്ക് ഒരു താല്പര്യം നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പോ പിന്നെ ഒരു മന്ത്രിയൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയാണ് ശൈലജ ടീച്ചർ വന്നതും ഹോണററി ഡിഗ്രി കൊടുത്തതും. അതെ, ഒരു നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അവര് തമ്മിൽ ഇന്ത്യൻ ഗവൺമെന്റ് കേരളവുമായിട്ട്. അപ്പൊ ഈ മറ്റേ എംബസി എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ശരിക്കും കേരള ഗവൺമെന്റ് ആയിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ വരുന്നുണ്ട് അവിടെ അല്ലേ? അതെ 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 അതെ. ലോണ് കിട്ടുമെന്നുള്ളതാണ് അതിന്റെ ഒരു ചോദ്യം. അത് കിട്ടുമല്ലോ, അവൈലബിൾ ആണ്, കുട്ടികൾ ലോൺ എടുത്ത് പഠിക്കുന്നുണ്ട് അല്ലേ? അതെ അതെ, ഇഷ്ടം പോലെ. ഈ ക്യാമ്പസ് ഹോസ്റ്റൽ തമ്മിലുള്ള ദൂരം, ഡോർമിറ്ററീസ് ഉണ്ടോ? ഡോർമിറ്ററി ആണോ അതോ
ഡോർമെറ്ററി ഇല്ല, 3 ബെഡ്റൂം. അവിടെ 3 people per bedroom ആണ് മാക്സിമം. 4 ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്റെ അറിവിൽ 3 ആണ്. പിന്നെ ചോദിച്ചുള്ളത് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുമോ ഇന്ത്യയിൽ? അത് കിട്ടുന്നില്ല. ഇന്ത്യയിൽ ഇല്ല. FMG എഴുതിയിട്ട് 1 year പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ സ്റ്റൈപ്പൻഡ് കിട്ടൂല. അല്ല, TCMC ഇപ്പോ അങ്ങോട്ടൊക്കെ പൈസ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേസിന് കക്ഷി ചേരുന്നുണ്ട് ആ കാര്യത്തിൽ. അതില് ഒരു ചെറിയ വിഷയങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ ഇനിയിപ്പോ അവരൊക്കെ പഠിച്ചിറങ്ങുമ്പോഴേക്കും നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അതെ, 10,000 രൂപയോളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ നമ്മള് മന്ത്ലി ആണ്. അപ്പൊ അത് 1,20,000 രൂപയോളം വരും. അത് കേസിനൊക്കെ പോകുന്നുണ്ട് ആ കാര്യത്തിൽ. ഡ്രസ് കോഡ് എന്തെങ്കിലും ഉണ്ടോ? ഹിജാബ് അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ്? ഹിജാബ് പറ്റൂല. ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഫ്ത മീൻസ് ഇത് കറക്റ്റ്. നിക്കാബ് പറ്റൂല. മുഖം മൂടിങ്ങാണ്ടുണ്ടല്ലോ ഈ സംഭവം, അത് പറ്റൂല. ബാക്കി എല്ലാം അലൗഡ് ആണ്. ഒരുപാട് കുട്ടികൾ പലസ്തീനും ഇസ്രായേലിനൊക്കെയുള്ള ഒരുപാട് മുസ്ലിം കുട്ടികളുണ്ടല്ലോ. മഫ്ത ഉണ്ടല്ലോ, നമ്മളെ തട്ടം ചുറ്റിട്ടുള്ള മുഖം മറക്കും, കണ്ണും പിന്നെ മൂക്കും ഇതൊക്കെ ഒന്ന് കാണണം. മനസ്സിലായി. ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുണ്ട്. നമ്മള് ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല. മറ്റു രാജ്യങ്ങളിൽ പോയി വർക്ക്ഷോപ്പ് ലഭിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നത് ശരിയാണോ? മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ടേ നമുക്ക് വർക്ക്ഷോപ്പുകള് പോസിബിലിറ്റി അത് ഉള്ളതാണോ? മറ്റു നമുക്ക് നമ്മളുടെ കൺട്രിയിൽ പോയിട്ട് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല. ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഫീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരിക്കൽ കൂടി പറയാം. 4,000 euro ആണ് ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. 4,000 euro ആണ് ഒരു വർഷത്തെ ഫീസ്. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ അക്കോമഡേഷൻ ഉണ്ട്. അതായത് ഒരു 600 euro വരുന്നുണ്ട്. അപ്പം മൊത്തം ഒരു 5,000 euro വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഫസ്റ്റ് ഇയറിന്റെ വിസ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ ചേർന്നിട്ട്. പിന്നെ ടിക്കറ്റ്, ഈ പറഞ്ഞതുപോലെ ഫുഡ് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെയാണ് വരിക. കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്ന് കുട്ടികളുണ്ട് എന്നുള്ളതാണ് ഈ മോൾഡോവയുടെ ഒരു പ്രത്യേകത. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻസ് വന്നിട്ട് FMG പാസ്സാവാൻ ഡോക്ടറെ അടുത്ത് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാമോ? FMG പാസ്സാവുക എന്നുള്ളത് എന്താ അറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ എക്സാം അത്ര ഡിഫിക്കൽട്ട് ഒരു എക്സാമേ അല്ല, സത്യം പറയാം. ഓക്കെ, ആളുകൾ പലതും പറയാനുണ്ടാവും. ആളുകള് ഞാൻ വീഡിയോ എന്റെ ഇത് ബാറ്ററി ഫോണിൽ കമ്മിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ചാർജ് ചെയ്യാം. ഓക്കെ, സോ എന്താ പറയാ, FMGന്റെ എല്ലാവരും പറയും ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, ഡൽഹി എക്സാം, MC എക്സാം, അങ്ങനെ പലരും പല രീതിയിലാണ് കേട്ടോ പറയാ. ഓക്കെ, അപ്പോ നമ്മളുടെ വിദേശത്ത് പോണ കുട്ടികളില് ഒരു 30% മാത്രമേ നേരാവണ്ണം അവിടെ ഇരുന്ന് പഠിക്കുള്ളൂ. ബാക്കി 70%ഉം നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലാന്ന് വെച്ചില്ലേ, എന്റർടൈൻമെന്റ് മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അതിൽ അവർ ആ പഠിപ്പണ് മറന്നിട്ടുണ്ടാവും. അപ്പോ ഈ 30% ഉണ്ടല്ലോ, ഈ 30% അവിടുന്ന് പഠിച്ചു വന്നാല് ഇവിടുന്ന് പാസ്സാവും. 100% പാസ്സാവും. നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ ഡോക്ടർ ആവണം എന്ന് വിചാരിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ FMG അല്ല നെക്സ്റ്റ് തന്നെ സുഖസുന്ദരമായിട്ട് പാസ്സാവും. ബിക്കോസ് അവർ യൂസ് ചെയ്യുന്നതെല്ലാം ഇന്റർനാഷണൽ ബുക്സും കരിക്കുലമാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് വെറും പുസ്തകത്തുമ്പോ മാത്രം ഇരിക്കണം എന്നൊന്നുമില്ല. അവർ ഫസ്റ്റ് ഇയർ മീൻസ് ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഒരു 5th ഇയർ മുതൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എക്സാം. മനസ്സിലായി. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ FMGക്ക് പറയൂ. FMG അല്ല, ഈ FMG അവര് അങ്ങനെ തുടങ്ങിയാൽ മതി എന്ന് പറയാം. മീൻസ് അപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും.
മനസ്സിലായി. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഉള്ള പോലെയല്ല. ഇപ്പോൾ ഈ FMG എന്ന് പറയുമ്പോൾ നല്ല എക്സ്പേർട്ടുകളൊക്കെ അതിൽ കോച്ചിങ് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഇതൊക്കെ നല്ലൊരു ഐഡിയ അത്ര ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. ധാരാളം കുട്ടികൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഉൾപ്പെടെ പാസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നേരത്തെ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് എക്സാം, എന്താണ്, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അനിശ്ചിതാവസ്ഥ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ കുറച്ചുകൂടി അനുകൂലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നത് റനീഷ് സാറിന്റെ കണക്ഷൻ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, മോൾഡോവയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഈ പ്രോഗ്രാമിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ ഇത് എല്ലാ ആഴ്ചകളിലും ഇത്തരത്തിലുള്ള വെബിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ കുട്ടികളുടെ ഒക്കെ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്സാം ഒക്കെ ഒരുവിധം കഴിയും. പിന്നെ അടുത്ത ആഴ്ച മുതലുകളൊക്കെ ഇത്തരത്തിൽ നടക്കുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഉള്ള കുട്ടികളും കൂടെ നമ്മുടെ ഈ വെബിനാറിന്റെ ഭാഗമാവും. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഒരു രാജ്യം മാത്രമല്ല, എല്ലാ രാജ്യങ്ങളെ കുറിച്ചിട്ടുള്ള വെബിനാറുകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മോൾഡോവയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരൊറ്റ യൂണിവേഴ്സിറ്റിയാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചത്. ആ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഈ മുഴുവൻ കുട്ടികളും പോകുന്നത്. അപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ഇപ്പോൾ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. നിങ്ങൾ ഏത് ജില്ലക്കാരായിക്കോട്ടെ, അവിടെ ഒക്കെ പഠിക്കുന്ന, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് അവരൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. മോൾഡോവയുടെ കാര്യത്തിൽ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം ഹെൽപ്പുകൾ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ധൈര്യമായിട്ട് സംസാരിക്കാനും ഉള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. ഈ ഫീസുമായി ബന്ധപ്പെട്ടിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ കോൺടാക്ട് ചെയ്തിരുന്നത് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ മണിയിലേക്ക് എത്ര വരുന്നുണ്ട്, ഫസ്റ്റ് ഇയർ എത്ര വരുന്നുണ്ട്, സെക്കൻഡ് ഇയർ എത്ര വരുന്നുണ്ട്, അങ്ങനെ മൊത്തം എത്ര ബഡ്ജറ്റ് വരുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരും. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിൽ, അതുപോലെ നിങ്ങളുടെ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, യാത്രയുടെ എക്സ്പെൻസ് ഇപ്പോൾ സാറ് പറയുന്നുണ്ടായിരുന്നു ഏകദേശം എത്ര വരുന്നുണ്ട്. 40,000 35,000 അബവ് വരാറുണ്ട് പെർ ഇയർ. നമുക്ക് ഒരു വൺ സൈഡിലേക്കുള്ള ഒരു പേയ്മെൻ്റ് ആണത് പറഞ്ഞത്. ഇനി ഹോസ്റ്റൽ ഫെസിലിറ്റി എസ്പെഷ്യലി ഫോർ ഗേൾസ് ഓൾറെഡി പറഞ്ഞല്ലോ, ഗേൾസിനും ബോയ്സിനും ഒക്കെ സെപ്പറേറ്റ് ഹോസ്റ്റൽ സംവിധാനങ്ങളുണ്ട്. ഓഫ്ലൈനിൽ ക്ലാസ് നടക്കും എന്നുള്ളതാണ് അജുവിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി സെപ്റ്റംബറൊക്കെ വരുമ്പോഴേക്കും ഇപ്പോൾ ഏറ്റവും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ മോൾഡോവയിൽ എല്ലാ കുട്ടികളും അവിടെ പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, അത് ഫേസ് ചെയ്ത് വലിയ പരിചയമില്ലാത്ത ഒരു ഇഷ്യൂ ഉള്ള സമയങ്ങളിലൊക്കെയാണ് മോൾഡോവയിലുള്ള സ്റ്റുഡൻസ് ഒക്കെ അവിടെ സമയങ്ങളിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പറയുകയാണെന്നുവെച്ചെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഫേസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളല്ലേ ഈ കൊറോണ എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ കുറച്ചുകൂടി അടുത്ത സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും 100% പോകാൻ പറ്റും. നിലവിൽ 2 ഇൻടേക്കുകളിൽ ജോയിൻ ചെയ്ത മുഴുവൻ കുട്ടികളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. മിക്കവാറും എല്ലാ സ്റ്റുഡൻസും അവിടെ എത്തിയിട്ടുണ്ട്, മോൾഡോവയിലെ കാര്യത്തിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോൾഡോവയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് റനീഷ് സാറ് ഓൾറെഡി ഡിസ്കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ് വീക്കിലും ഇതുപോലെ ശനിയാഴ്ച നമ്മുടെ ഒരു വെബിനാർ ഉണ്ട്. അപ്പോൾ അത് ഏത് രാജ്യത്തെക്കുറിച്ചാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഇത്തരത്തിൽ വിദേശത്തേക്കുള്ള ഒരു പോസിബിലിറ്റി തിരയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവരെ സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇപ്പോൾ ഇതുപോലെ വെബിനാർ വെക്കുന്നതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് നമ്മുടെ നീറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നീറ്റ് എക്സാമിനെ കുറിച്ചിട്ട് എക്സാം കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബറിലൊക്കെയാണ് ഒരു പക്ഷേ റിസൾട്ടൊക്കെ വരും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഇത്തരം രാജ്യങ്ങളിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ക്ലോസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു പാരലായിട്ട് നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പോലും ജസ്റ്റ് ഒരു പ്ലാൻ ബി എന്നുള്ള രീതിയിൽ ഇവിടെ കിട്ടിയില്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിൽ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ബുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നീറ്റ് പരിശ്രമിക്കുന്നവരാണ്, ഇവിടെ കിട്ടാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ
ഇതിൻ്റെ ജസ്റ്റ് കോപ്പികൾ മാത്രം തന്നാൽ മതി. പിന്നെ ജസ്റ്റ് ഒരു 10,000 റുപ്പീസാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വാങ്ങിക്കുന്നത്. അത് 100% റീഫണ്ടബിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് ബുക്ക് ചെയ്തതിന് ശേഷം ഒരു പക്ഷെ ക്വാളിഫൈഡ് ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അപ്പോഴും നമ്മൾ 100% റീഫണ്ടബിൾ ചെയ്ത് കൊടുക്കും. ഇത് നിങ്ങൾക്ക് ഇവിടെ കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഒരു രാജ്യം സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നല്ല യൂണിവേഴ്സിറ്റികളിൽ സീറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി രാജ്യം കിട്ടാത്ത ഒരു സാഹചര്യം നിലനിൽക്കും. ആ ഒരു അർത്ഥത്തിൽ നേരത്തെ ബുക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ ബുക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് യാതൊരു കാരണവശാലും ഇവിടെ കിട്ടിയാൽ ഇവിടെ നിങ്ങൾക്ക് നീറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകളിലൊക്കെ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് 100% റീഫണ്ടബിൾ ആണ് എന്നുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ ഇതുപോലെ മോൾഡോവ മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ യുക്രൈനുമായി ബന്ധപ്പെട്ടിട്ട് ജോർജിയയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് സെമിനാറുകൾ ചെയ്തത്. അതിലൊക്കെ ധാരാളം വിദ്യാർത്ഥികൾ ഇതുപോലെ ജസ്റ്റ് അവരുടെ ചില കുട്ടികൾക്ക് +2 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്. റിസൾട്ട് ഉള്ള ആളുകൾ റിസൾട്ട് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ് സെൻഡ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു പേയ്മെന്റും കൂടെ ചെയ്തിട്ട് അവർ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത കുട്ടികൾ ഇപ്പോൾ ജസ്റ്റ് +2 എക്സാം വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ നിലവിലുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണോ അത് സബ്മിറ്റ് ചെയ്തിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വീക്കിൻ്റെ വെബിനാർ നിങ്ങളെ ഇൻഫോം ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വളരെയധികം നന്ദിയുണ്ട്. ഈ പ്രോഗ്രാമിൽ നമ്മളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള 2 ഡോക്ടേഴ്സ് ആയിരുന്നു. ഒന്ന് ഡോക്ടർ റെനി സാറാണ്, അതുപോലെ നസറുല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറാണ്. അവർ ഈ വർഷം ലാസ്റ്റ് ഇയർ MBBS കഴിഞ്ഞിട്ട് ഈ FMGക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ്. എന്നിരുന്നാലും നമ്മൾ വിളിച്ചപ്പോൾ നമ്മളോട് സഹകരിച്ച് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വരികയുണ്ടായി. അപ്പോൾ ഈ 2 ഡോക്ടേഴ്സിനും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നെക്സ്റ്റ് വീക്കിൽ നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും വളരെ ശക്തമായിട്ട് നീറ്റുകളിലുള്ള പ്രിപ്പറേഷൻസ് നടത്തണം എന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയിട്ട് മറ്റൊരു വെബിനാറിൽ നമുക്ക് കാണാൻ കഴിയുമെന്നും ഉള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഈ കോവിഡിൻ്റെ പശ്ചാത്തലമൊക്കെ മാറിയിട്ട് നല്ലൊരു ലോകം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. താങ്ക് യു.